നമസ്കാരം സാർ. നമസ്കാരം. 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 എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ശംഖ് ജ്യോതിഷത്തിന്റെ നമ്മളെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊന്ന് തുടങ്ങി വെച്ചു. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് അതിലേക്ക് പോകും. അതായത് ഈ നമ്മൾ എല്ലാവരും ഈ പാരമ്പര്യ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പാരമ്പര്യ ജ്യോതിഷം അതായത് നമ്മൾ സാധാ ജ്യോതിഷം കൈകാര്യം ചെയ്ത അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ? അപ്പോ അവർക്കെല്ലാം ഇത് വളരെയധികം ഗുണം ചെയ്യും. ഉണ്ടല്ലോ. കാര്യം ഈ പാരമ്പര്യ ജ്യോതിഷം നമ്മൾ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ ഇത് നമുക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നതാണ് ഈ ശംഖ് ജ്യോതിഷം എന്ന് പറയുന്നത്. ഇത് വളരെ പ്രാചീന കാലം മുതൽ കേരളത്തിന്റെ ഈ ട്രൈബൽ ഏരിയയിൽ അല്ലെങ്കിൽ ട്രൈബൽസിന്റെ അല്ലെങ്കിൽ ആ വിഭാഗത്തിന്റെ ഉണ്ടായിരുന്ന ഒരു ജ്യോതിഷ സമ്പ്രദായമാണ്. ഇത് ഫലം പറയാൻ എളുപ്പമാണ്. സാധാരണ നമ്മുടെ ജ്യോതിഷത്തിൽ രാശിയും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എല്ലാം ഉൾക്കൊടുത്ത് അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഫലം പറയുന്നത്. ഇവിടെയാണെങ്കിൽ നമ്മൾ ശംഖ് കറക്കി രാശി എടുത്ത് രാശിയുടെ ഫലങ്ങൾ മാത്രമാണ് പറയുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഫലം പറയാനും പഠിച്ചെടുക്കാനും പറ്റിയ ഒന്നാണ് ശംഖ് ജ്യോതിഷം. ഈ ഒരു 10 വർഷങ്ങൾക്കകത്തേ ആയിട്ടുള്ളൂ ഇത് ലിഖിത രൂപത്തിൽ കിട്ടിയിട്ട്. അതുവരെ അത് അവര് പാരമ്പര്യമായിട്ട് ഒരു ഗുരു ഉണ്ടെങ്കിൽ ആ ഗുരു ഏറ്റവും അടുത്ത ശിഷ്യനോ അല്ലെങ്കിൽ മകനോ മരുമകനോ അല്ലെങ്കിൽ മകനോ ആർക്കെങ്കിലും ഒക്കെ ഉപദേശിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരെ കൂടെ നിന്ന് പഠിക്കുന്ന. അതായത് നമ്മൾ ഭദ്രകാളി പാട്ട്, തോറ്റം പാട്ട് അല്ലെങ്കിൽ അതേപോലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ലിഖിതങ്ങളില്ല. അതെല്ലാം ചാറ്റുപാട്ടൊക്കെ കൂടെ നിന്ന് വർഷങ്ങളോളം കൂടെ നിന്ന് പഠിക്കുന്നതാണ്. അതേപോലെ ശംഖജ്യോതിഷവും അതേപോലെ വർഷങ്ങളോളം അവരെ കൂടെ നിന്ന് കൈകാര്യം ചെയ്യുന്നവരെ കൂടെ നിന്ന് പഠിച്ചെടുത്തതാണ്. അത് ലിഖിത രൂപങ്ങളില്ലായിരുന്നു. ഈ അടുത്ത കാലത്താണ് ഈ ലിഖിത രൂപങ്ങൾ, അതായത് നിങ്ങൾ ഇപ്പം അറിയാൻ പോകുന്ന വിധത്തിലുള്ള സംവിധാനം ഉള്ളത്. പിന്നെ പല നാട്ടിലും പല വിധത്തിലാണ്. കേരളത്തിന്റെ തെക്ക് ഭാഗത്ത് മുതൽ വടക്ക് ഭാഗത്ത് വരെ ഈ മലയ ഏരിയ അല്ലെങ്കിൽ മലയോര മേഖലയിൽ ആണ് ഇത് കൂടുതലുള്ളത്. അത് പല സ്ഥലത്തും പല വിധാനങ്ങളിലാണ്. ഞാൻ തന്നെ ഒരു 3-4 വിധാനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ക്രോഡീകരിച്ചതാണ് നമ്മളിപ്പം പഠിക്കുന്നത്. ആ ഒരു സിലബസ് രൂപത്തിലാക്കിയത് 3-4 വിധാനങ്ങളിൽ നിന്നുള്ള ആ ഒരു ക്രോഡീകരിച്ച ഇതാണ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. അപ്പൊ ഹെഡിങ് എഴുതണം. ഇന്നത്തെ ഡേറ്റ് എഴുതുക. 21 എന്നാണ് ശംഖ് ജ്യോതിഷ പഠനം ആരംഭിച്ചതെന്ന് അറിയണമല്ലോ. 21 ജൂലൈ 2025 തിങ്കളാഴ്ച. എഴുതുക. എന്താണ് ശംഖ്? എല്ലാ ദേവന്മാരും നമസ്കരിക്കുന്നതും ശ്രീ മഹാവിഷ്ണുവിന്റെ തൃക്കൈയിൽ ഇരിക്കുന്നതും സമുദ്രത്തിൽ നിന്നും ഉണ്ടായതുമാണ് ശംഖ്. ശംഖ് 3 ലോകങ്ങളിൽ ബ്രാക്കറ്റിൽ ഭൂമി, സ്വർഗം, പാതാളം. ശംഖ് 3 ലോകങ്ങളിൽ ബ്രാക്കറ്റിൽ ഭൂമി, സ്വർഗം, പാതാളം. ഏത് തരത്തിലുള്ള തീർത്ഥങ്ങളുണ്ടോ
ഏത് തരത്തിലുള്ള തീർത്ഥങ്ങളുണ്ടോ ആയവയെല്ലാം ശംഖിൽ സ്ഥിതി ചെയ്യുന്നു. ആയവ എല്ലാം ശംഖിൽ സ്ഥിതി ചെയ്യുന്നു. അതിൻ്റെ നാദം കൊണ്ട് പിശാചുക്കളും പാതാളത്തിൽ വസിക്കുന്ന രാക്ഷസീയ ശക്തികളും മറ്റ് ദുഷ്ടശക്തികളും ഭയന്നു പോകുന്നു. ശംഖ് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഇടംപിരിയും, രണ്ട് വലംപിരി. ഇടംപിരി ശംഖിൽ ദേവീരൂപവും വലംപിരി ശംഖിൽ വിഷ്ണു രൂപവുമാവും. ആകുന്നു. ഇടംപിരി ശംഖിനെ ചന്ദ്രകലയായും തണുപ്പായും സ്ത്രീയായും കണക്കാക്കുന്നു. എന്നാൽ വലംപിരി ശംഖ് സൂര്യകലയായും പുരുഷനായും ചൂടായും കണക്കാക്കുന്നു. ഇടംപിരി ശംഖാണ് ശംഖ് ജ്യോതിഷത്തിന് ഉപയോഗിക്കുന്നത്. ഇടംപിരി ശംഖ് മാതാവാണ്. ചന്ദ്രനാഡിയാണ് പെട്ടെന്ന് ഫലം കൊടുക്കുന്നത്.
ചന്ദ്രനാഡിയാണ് പെട്ടെന്ന് ഫലം കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ശംഖിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. മഹാവിഷ്ണുവിന്റെ കയ്യിലിരിക്കുന്നതും 3 ലോകങ്ങളിലും ഉള്ള ഏതെല്ലാം തീർത്ഥങ്ങളുണ്ടോ അതെല്ലാം ശംഖിലുണ്ട്. അപ്പോൾ അത്രയും പവിത്രമായ ഒരു വസ്തുവാണ് ശംഖ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ശംഖ് ഇടംപിരി ശംഖെന്ന് പറഞ്ഞു. പിന്നെ ഒരു വലംപിരി ശംഖുണ്ട്, അത് വിഷ്ണുരൂപമാണ്, പുരുഷനാണ്, ചൂടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതേപോലെ ഇടംപിരി ശംഖാണെങ്കിൽ അത് മാതാവാണ്, തണുപ്പാണ്, ചന്ദ്രകലയാണ്. അതേപോലെ ഇത് നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? ഈ അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറയുമ്പോൾ നമ്മളുടെ അപ്പോൾ നമ്മൾ ഈ അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയിൽ തന്നെ ചന്ദ്രനാഡിയും അല്ലെങ്കിൽ നമ്മുടെ സുഷുമ്നയുടെ ഇടതും പിംഗള എന്ന് പറയുന്ന നാഡികളാണ് ചന്ദ്രനാഡിയും സൂര്യനാഡിയും. അത് യോഗികൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ വസിക്കുന്നവര് തണുപ്പ് മാറ്റാൻ വേണ്ടി സൂര്യനാഡിയെ ഉത്തേജിപ്പിക്കുകയും ചൂടുള്ള സ്ഥലത്ത് വരുമ്പോൾ ചന്ദ്രനാഡിയെ ഉത്തേജിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. ഇത് രണ്ടും ഒരു വ്യക്തിയിൽ തന്നെ ഉണ്ട്. അപ്പോ ശംഖിനെ പറ്റി ഒരു ധാരണയായി. ഇനി നമുക്ക് ഈ ശംഖ് കയ്യിൽ കിട്ടിയാൽ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ശംഖ് ജ്യോതിഷത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ശംഖിനെ നമ്മൾ കിട്ടിയ പാടെ എടുത്തങ്ങ് ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്. അതിനെ ശംഖിനെ ശുദ്ധീകരിക്കണം. അത് 7 ദിവസത്തെ പ്രോസസ്സാണുള്ളത്. അപ്പോൾ ഹെഡിങ് എഴുതുക, ശംഖ് ശുദ്ധീകരണം. എഴുതുക. ആദ്യം ശംഖ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പാലിൽ പുഴുങ്ങണം. അതായത് ഒരു പാത്രത്തിൽ ശംഖിടുക, ആ ശംഖ് ആ പാത്രത്തിൽ കുറച്ച് പാലൊഴിക്കുക. ആ പാല് കുറവാണെങ്കിൽ അല്പം വെള്ളവും കൂടി ചേർത്താലും കുഴപ്പമില്ല. പക്ഷേ അത് ഒരു പശുവിൻ്റെ പാലായിരിക്കണം. നമ്മുടെ സൊസൈറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ അതേപോലെ മിൽമ പാലോ അങ്ങനെയൊന്നും ആയിരിക്കരുത്. ഒരു പശുവിൽ നിന്ന് കറന്നെടുത്ത പാലായിരിക്കണം. അത് ബ്രാക്കറ്റിൽ എഴുതിക്കും. ഒരു പശുവിൽ നിന്നും കറന്നെടുത്ത പാലായിരിക്കും. അത് ശുദ്ധമായ പാലായിരിക്കും. ഇത് തിളപ്പിച്ച് അല്ലെങ്കിൽ പുഴുങ്ങി 1 ദിവസം വച്ചേക്കണം. രണ്ടാം ദിവസം ശംഖ് കഴുകി ഉണക്കിയതിന് ശേഷം പഞ്ചഗവ്യത്തിൽ ഇട്ട് വയ്ക്കണം. ഈ പഞ്ചഗവ്യം നെയ്യാണ്. അത് ആയുർവേദ കടകളിൽ കിട്ടും. അതിൻ്റെ ഒരു 50-ൻ്റെയോ അല്ലെങ്കിൽ 100 ഗ്രാമിൻ്റെയോ ഒരു ബോട്ടിൽ വാങ്ങിക്കുക. അതിനെ ഒന്ന്
ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ തീയുടെ അടുത്തോ വെച്ച് അതിനെ ഒന്ന് ഉരുക്കി അതിൽ നിന്ന് 1-2 സ്പൂൺ എടുത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അതിൽ ശംഖിട്ട് വയ്ക്കുക. അതാണ് പഞ്ചഗവ്യത്തിൽ ഇട്ട് വയ്ക്കുക എന്ന് പറയുന്നത്. ഇത് ഒരു ദിവസം വയ്ക്കണം. എല്ലാം ഓരോ ദിവസമാണ്. ഇത് ഒരു ദിവസം വയ്ക്കണം. മൂന്നാം ദിവസം ശംഖ് കഴുകി ഉണക്കിയതിന് ശേഷം ശംഖ് മുഴുവനും ചന്ദനം പുരട്ടി വയ്ക്കണം. ശംഖ് മുഴുവനും ചന്ദനം പുരട്ടി വയ്ക്കണം. ചന്ദനത്തിന്റെ തടി ഉണ്ടെങ്കിൽ അത് ഉരച്ച് തേക്കുന്നതാണ്. ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചന്ദനം അല്ല, ഈ കട്ടയല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ചന്ദനത്തിന്റെ തടി കിട്ടും. ആ തടി വാങ്ങിച്ച് കല്ലിൽ ഉരച്ച് അത് പൊതിഞ്ഞു വയ്ക്കണം. നാലാം ദിവസം ശംഖ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ശുദ്ധജലത്തിലിട്ട് വയ്ക്കണം. അത് ഒരു കിണറിലെ വെള്ളമായിരിക്കണം. നമ്മുടെ മിനറൽ വാട്ടറോ അല്ലെങ്കിൽ പൈപ്പ് വെള്ളമോ ആകരുത്. ശുദ്ധമായ വെള്ളം കിണറ്റിലെ വെള്ളമായിരിക്കണം. അതായത് നമ്മൾ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കിണറിലെ വെള്ളമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അടുത്ത ദിവസം ശംഖ് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വച്ച് ഉണക്കണം. തൊട്ടടുത്ത ദിവസം സുഗന്ധദ്രവ്യം പുരട്ടി വയ്ക്കണം. സുഗന്ധദ്രവ്യം പുരട്ടി വയ്ക്കണം. അതിന് സാധിച്ചില്ല എങ്കിൽ നല്ല മണമുള്ള ചന്ദനത്തിരി കത്തിച്ച് നല്ല മണമുള്ള 3-4 ചന്ദനത്തിരി കത്തിച്ച് അതിൻ്റെ പുക ഒരു പ്ലാസ്റ്റിക് ജാറിനുള്ളിൽ, അതായത് പ്ലാസ്റ്റിക് ജാറ് ഒരു പ്ലാസ്റ്റിക് ജാർ എടുക്കുക, അതിനെ കമഴ്ത്തി പിടിക്കുക, അതിന്റെ അടപ്പ് തുറന്നതിന് ശേഷം അതിനെ കമഴ്ത്തി പിടിക്കുക, ഈ കത്തിച്ച ചന്ദനത്തിരി അതിനകത്തേക്ക് കാണിക്കുക. അപ്പൊ അതിനകത്ത് പുക നിറയും. അതിനകത്ത് ശംഖിട്ട് അടച്ചു വയ്ക്കുക. അപ്പൊ ശംഖ് ഇടാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആയിരിക്കണം. സുഗന്ധദ്രവ്യം പുരട്ടി വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ സുഗന്ധ പുകയിൽ ഇട്ട് വച്ചാലും മതി. അടുത്ത ദിവസം ശംഖ് വൃത്തിയാക്കി എടുത്ത് പരദേവത അല്ലെങ്കിൽ കുലദേവത അല്ലെങ്കിൽ ഗ്രാമദേവത അല്ലെങ്കിൽ ഇഷ്ടദേവത ഇവയിൽ ഏതിലെങ്കിലും ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിക്കണം.
അടുത്ത ദിവസം അടുത്ത പാരഗ്രാഫിൽ എഴുതിക്കോളണം. അടുത്ത ദിവസം മന്ത്രങ്ങൾ ജപിച്ച് ശംഖിനെ ഊർജവൽക്കരിക്കണം. അടുത്ത ദിവസം മന്ത്രങ്ങൾ ജപിച്ച് ശംഖിനെ ഊർജവൽക്കരിക്കണം. പ്രധാനമായും 4 ദിക്കുകളുടെ മന്ത്രങ്ങളാണ് ചൊല്ലുക. പ്രധാനമായും 4 ദിക്കുകളുടെ മന്ത്രങ്ങളാണ് ചൊല്ലുക. ഓം ഇന്ദ്രായ നമ. ഓം ഇന്ദ്രായ നമ. അടുത്ത് ഓം യമായ നമ. ഓം യമായ നമ. യമൻ, യമായ നമ. അടുത്ത് ഓം വരുണായ നമ. ഓം വരുണായ നമ. നാലാമത്തത് ഓം കുബേരായ നമ. അതായത് കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്. കിഴക്ക് ഇന്ദ്രനും, തെക്ക് യമരാജനും, പടിഞ്ഞാറ് വരുണദേവനും, വടക്ക് കുബേരനുമാണ്. ഇവയാണ് ദിക്ക് ദേവതാ മന്ത്രങ്ങൾ. ഇവയാണ് ദിക്ക് ദേവതാ മന്ത്രങ്ങൾ. അത് അടുത്ത പാരഗ്രാഫ് എഴുതിക്കോളൂ. ശേഷം 12 രാശി മന്ത്രങ്ങൾ ചൊല്ലണം. ശേഷം 12 രാശി മന്ത്രങ്ങൾ ചൊല്ലണം. താഴെ എഴുതുക. 1. ശ്രദ്ധിച്ചെഴുതണം, മന്ത്രങ്ങളാണ്, തെറ്റിപ്പോകരുത്. ഓം ഹ്രീം ശ്രീം. ഓം ഹ്രീം ശ്രീം ലക്ഷ്മി നാരായണായ നമ. സാധാരണ നമ എഴുതി 2 കുത്താണ് ഇടുന്നത്. അത് നമഹ എന്നാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. നിങ്ങൾക്കൊക്കെ അറിയാം. ഓം ഹ്രീം ശ്രീം ലക്ഷ്മി നാരായണായ നമ. അടുത്ത് ഓം ഗോപാലായ. അതായത് ഇത് മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളുടെ മന്ത്രങ്ങളാണ്. അതായത് വിഷ്ണുവിന്റെ 12 നാമങ്ങളെയാണ് നമ്മൾ ഇവിടെ ഈ രാശി മന്ത്രങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. വിഷ്ണു സഹസ്രനാമം നമ്മൾ കേട്ടിരിക്കും. എന്നാൽ വിഷ്ണുവിന്റെ 12 നാമങ്ങളെയാണ്. കാര്യം ശംഖിന് വിഷ്ണു പ്രാധാന്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് വിഷ്ണുവിന്റെ 12 ശ്രീ മഹാവിഷ്ണുവിന്റെ 12 നാമങ്ങളാണ് നമ്മൾ ഈ 12 രാശികൾക്കുള്ള രാശി മന്ത്രങ്ങളായി പറയുന്നത്. അതിൽ ഒന്നാണ് ഓം ഹ്രീം ശ്രീം ലക്ഷ്മി നാരായണായ നമ. അടുത്ത 2 ഓം ഗോപാലായ. ഓം ഗോപാലായ ഉത്തരധ്വജായ നമ. ഓം ഗോപാലായ ഉത്തരധ്വജായ നമ. അടുത്ത 3 ഓം ക്ലീം കൃഷ്ണായ നമ. ഓം ക്ലീം
കൃഷ്ണായ നമ. അടുത്ത 4. ഓം ഹിരണ്യഗർഭായ ഓം ഹിരണ്യഗർഭായ അവ്യക്തരൂപിണേ നമ. ഓം ഹിരണ്യഗർഭായ അവ്യക്തരൂപിണേ നമ. അടുത്ത് ഓം ക്ലീം ബ്രഹ്മണേ ഓം ക്ലീം ബ്രഹ്മണേ ജഗദാധരായ നമ. അതായത് ജഗത്തിനെ ധരിച്ചവനെ. ഓം ക്ലീം ബ്രഹ്മണേ ജഗദാധരായ നമ. രണ്ടും മൂന്നും ഒന്നും കൂടി പറയാമോ? ഏത്? രണ്ടും മൂന്നും പറയണോ? ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോളൂ. ഓം ഹ്രീം ശ്രീം ലക്ഷ്മി നാരായണായ നമ. കിട്ടിയല്ലോ. അടുത്ത 2. ഓം ഗോപാലായ ഉത്തരധ്വജായ നമ. ഓം ഗോപാലായ ഉത്തരധ്വജായ നമ. 3. ഓം ക്ലീം കൃഷ്ണായ നമ. ഓം ക്ലീം കൃഷ്ണായ നമ. അടുത്ത 4. ഓം ഹിരണ്യഗർഭായ അവ്യക്തരൂപിണേ നമ. ഓം ഹിരണ്യഗർഭായ അവ്യക്തരൂപിണേ നമ. 5. ഓം ക്ലീം ബ്രഹ്മണേ ഓം ക്ലീം ബ്രഹ്മണേ ജഗദാധരായ നമ. അതായത് ജഗത്തിനെ ധരിച്ചവനെ എന്ന് അർത്ഥം. ജഗദാധരായ നമ. 6. ഓം നമ പിം പീതാംബരായ നമ. ഓം നമ പിം പീതാംബരായ നമ. 7. ഓം തത്വനിരഞ്ജനായ ഓം തത്വനിരഞ്ജനായ താരകരാമായ നമ. ഓം തത്വനിരഞ്ജനായ താരകരാമായ നമ. 8. ഓം നാരായണായ സുരസിംഹായ നമ. സുരസിംഹായ നമ. അടുത്ത 9. ഓം ശ്രീം ദേവകൃഷ്ണായ ഊർധ്വദന്തായ നമ. ഊർധ്വദന്തായ നമ.
10 ഓം ശ്രീവത്സായ നമഃ. ഓം ശ്രീവത്സായ നമഃ. പതിനൊന്ന് ഓം ശ്രീം ഉപേന്ദ്രായ. ഓം ശ്രീം ഉപേന്ദ്രായ അച്യുതായ നമഃ. ഓം ശ്രീം ഉപേന്ദ്രായ അച്യുതായ നമഃ. 12 ഓം ആം ക്ലീം. ഓം ആം ക്ലീം ഉദ്ധിതായ ഉദ്ധാരിണേ നമഃ. ഓം ആം ക്ലീം ഉദ്ധിതായ ഉദ്ധാരിണേ നമഃ. ഈ മന്ത്രങ്ങള്, ഈ 12 രാശി മന്ത്രങ്ങൾ ഒരിക്കൽ കൂടി വായിക്കാം. ഓം ഹ്രീം ശ്രീം ലക്ഷ്മി നാരായണായ നമഃ. ഓം ഗോപാലായ ഉത്തരധ്വജായ നമഃ. ഓം ക്ലീം കൃഷ്ണായ നമഃ. ഓം ഹിരണ്യഗർഭായ അവ്യക്തരൂപിണേ നമഃ. ഓം ക്ലീം ബ്രഹ്മണേ ജഗദാധരായ നമഃ. ഓം നമ പിം പീതാംബരായ നമഃ. ഓം തത്വനിരഞ്ജനായ താരകരാമായ നമഃ. ഓം നാരായണായ സുരസിംഹായ നമഃ. ഓം ശ്രീം ദേവകൃഷ്ണായ ഊർധ്വദന്തായ നമഃ. ഓം ശ്രീവത്സായ നമഃ. ഓം ശ്രീം ഉപേന്ദ്രായ അച്യുതായ നമഃ. ഓം ആം ക്ലീം ബുദ്ധിദായ ഉദ്ധാരിണേ നമഃ. അടുത്ത പാരഗ്രാഫായിട്ട് ശേഷം നവഗ്രഹങ്ങളെ അല്ലെങ്കിൽ നവഗ്രഹങ്ങളുടെ മന്ത്രങ്ങൾ ചൊല്ലി ശംഖിലേക്ക് പുഷ്പങ്ങൾ അർച്ചിക്കണം. ശംഖിലേക്ക് പുഷ്പങ്ങൾ അർച്ചിക്കണം. താഴോട്ട് എഴുതുക. ഓം സൂര്യായ നമഃ. ഓം സൂര്യായ നമഃ. ഓം ചന്ദ്രായ നമഃ. ഓം മംഗളായ നമഃ. ഓം മംഗളായ നമഃ. ഓം ബൃഹസ്പതയേ നമഃ. ഓം ബൃഹസ്പതയേ നമഃ. ഓം ശുക്രായ നമഃ. ഓം ശുക്രായ നമഃ. ഓം ശനൈശ്വരായ നമഃ.
ഓം രാഘവേ നമ. രാഘവേ നമ. ഓം കേതവേ നമ. പാരഗ്രാഫായിട്ട് ശേഷം ശേഷം 27 നക്ഷത്രങ്ങളെ വിളിച്ച് ശംഖിലേക്ക് പൂക്കൾ അർച്ചിക്കും. ബ്രാക്കറ്റിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങൾ. ഇത് ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ഈ പ്രോസസ്സ് ഒരു പ്രാവശ്യം ചെയ്താൽ മതി. പിന്നെ 2-3 മാസം കൂടുമ്പം വീണ്ടും ഒന്നുകൂടി ചെയ്യുക. പക്ഷെ നമ്മൾ ക്ഷേത്രത്തിൽ കുലദേവത അല്ലെങ്കിൽ പരദേവത ക്ഷേത്രങ്ങളിലെല്ലാം കൊടുത്ത് പൂജിച്ചതിന് ശേഷം ആണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇത് നമുക്ക് 2-3 മാസം കഴിയുമ്പോൾ വീണ്ടും വേണമെങ്കിൽ പഴയ ഒഴുങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിക്കുക. അതൊക്കെ നമ്മുടെ സൗകര്യവും യുക്തിക്കും അനുസരിച്ച്. അടുത്ത പാരഗ്രാഫ് ആയിട്ട് എഴുതുക. അടുത്തത് മുഖം തിരി മന്ത്രമാണ്. അടുത്തത് മുഖം തിരി മന്ത്രമാണ്. ഇത് നമുക്ക് സമ്പത്തും ഐശ്വര്യവും പ്രശസ്തിയും എല്ലാം ഉണ്ടാക്കും. ഇത് നമുക്ക് സമ്പത്തും ഐശ്വര്യവും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇതില് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഇത് ഈ ദ്രാവിഡ വിഭാഗക്കാർ അല്ലെങ്കിൽ ആദിവാസികൾ അല്ലെങ്കിൽ ട്രൈബൽസ് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു ശാസ്ത്രമാണ്. ഈ അടുത്ത കാലത്താണ് ഇതിന്റെ ലിഖിത രൂപത്തിൽ, നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ കിട്ടിയത്. അപ്പൊ അതില് അവരുടേതായിട്ടുള്ള ചില മന്ത്രങ്ങളിൽ അവരുടേതായിട്ടുള്ള ചില സ്ലാങ്ങുകൾ കാണും. അപ്പൊ അത് കൊണ്ട് നമ്മൾ അത് കേട്ട് നമ്മൾ അതേപോലെ തന്നെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പൊ ഇവിടെ തിരിക എന്ന് പറയുന്നുണ്ട് ഈ നമ്മളുടെ ഈ മുഖം തിരി മന്ത്രത്തിൽ. അപ്പൊ അത് തിരിയുക എന്നാണ് അതിന്റെ മീനിങ്. ഓം നമോ ഭഗവതേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ തിരിക. ഓം നമോ ഭഗവതേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ തിരിക. അടിതിരിക, മുടിതിരിക, മൂലാധാരം തിരിക. അടിതിരിക, മുടിതിരിക, മൂലാധാരം തിരിക. അമ്പത്തിയൊന്ന് അക്ഷരം തിരിക. 51 അക്ഷരം തിരിക. 30 മുക്കോടി ദേവതകൾ തിരിക. 30 മുക്കോടി ദേവതകൾ തിരിക. 12 രാശി തിരിക. 12 രാശി തിരിക. 15 പക്കം തിരിക.
12 രാശി തിരിക, 15 പക്കം തിരിക, 27 നാൾ തിരിക. 27 നാൾ തിരിക. നവഗ്രഹങ്ങൾ തിരിക. നവഗ്രഹങ്ങൾ തിരിക. 10 ദിക്ക് തിരിക. 10 ദിക്ക് തിരിക. മാലോകരെല്ലാം തിരിഞ്ഞു വന്ന്. മാലോകരെല്ലാം തിരിഞ്ഞു വന്ന്. എനിക്ക് വേണ്ടും. എനിക്ക് വേണ്ടും. എനിക്ക് വേണ്ടും നെല്ലും അരിയും. നെല്ലും അരിയും. കാശും പണവും. കാശും പണവും. പൊന്നും പുടവയും. എനിക്ക് വേണ്ടും നെല്ലും അരിയും കാശും പണവും പൊന്നും പുടവയും. പുടവയും. വെറ്റില അടക്കയും. വെറ്റില അടക്കയും. എൻ കാൽക്കൽ കൊണ്ടുവരിക. എൻ കാൽക്കൽ കൊണ്ടുവരിക. സോമിയൻ ഗുരുവിനാണെ സ്വാഹ. സോമിയൻ ഗുരുവിനാണെ സ്വാഹ. അപ്പോ ഈ മുഖംതിരി മന്ത്രത്തിന് കാണാതെ പഠിച്ചിട്ട് വേണം നമ്മൾ ചൊല്ലേണ്ടത്. അപ്പോൾ എന്താണ്, നമുക്ക് പേരും പ്രശസ്തിയും. ഇപ്പൊ നിങ്ങളൊരു ജ്യോതിഷാലയം ഇട്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അടുത്ത ആള് വരണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആള് വന്നാൽ നിങ്ങൾ ഉപജീവന മാർഗമായിട്ട് ഇതിനെടുക്കാൻ പറ്റും. അപ്പോൾ ആള് വരുന്നതിനും അതേപോലെ തന്നെ ഒരാൾ വന്ന് നിങ്ങളെ പറ്റി ഒരു അഭിപ്രായം മറ്റൊരാളോട് പറയുമ്പോഴാണ് നമുക്കെന്ത് ചെയ്യുന്നത്, ബിസിനസ് നടക്കുന്നത്. അപ്പൊ അതേപോലെ ഈ മുഖംതിരി മന്ത്രത്തിന് നമ്മൾ ബൈഹാർട്ടാക്കിയിട്ട് നമ്മൾ പറയണം. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും എവിടെയെങ്കിലും സംശയമുണ്ടോ? നമ്മളെ നവഗ്രഹങ്ങളുടെ മന്ത്രങ്ങൾ ചൊല്ലിയില്ലേ? ശംഖിലേക്ക് പുഷ്പങ്ങൾ അർച്ചിക്കണത് അതിൽ ബുധനെ വിട്ടുണ്ടോ? ബുധന്റെ ഇല്ല. ഓം സൂര്യായ നമ, ഓം ചന്ദ്രായ നമ, ഓം മംഗളായ നമ, ഓം ബുധായ നമ, ഓം ബൃഹസ്പതയ നമ, ഓം ശുക്രായ നമ, ഓം ശനൈശ്വരായ നമ, ഓം രാഘവേ നമ, ഓം കേതവേ നമ. ഞാൻ ബുധനെ എഴുതിയിട്ടില്ല. പഠിക്കും. ഈ ശംഖ്, ഗുരുനാഥ നമസ്കാരം. നമസ്കാരം. ഈ ശംഖ് മെഴുകിട്ട് മൂടണം അങ്ങനെയുള്ളൊരു പ്രോസസിങ് ഇല്ലേ? അത് യന്ത്രങ്ങൾ എഴുതി സ്ഥാപിക്കാറില്ലേ? യന്ത്രങ്ങൾ എഴുതി ശംഖിന്റെ അകത്ത് സ്ഥാപിച്ച്, അത് മെഴുക് എന്ന് പറഞ്ഞാൽ തേനീച്ചയുടെ മെഴുകാണ്. അതെ അതെ. തേനീച്ചയുടെ മെഴുക് കൊണ്ട് അതിനെ അടയ്ക്കണം. ആദ്യം ഈ യന്ത്രങ്ങൾ എഴുതി വെക്കണം. അതിന്റെ മുകളിൽ പഞ്ഞി വെക്കണം. ശുദ്ധമായ പഞ്ഞി, കോട്ടൺ വച്ചതിന് ശേഷം അതിന്റെ മുകളിലാണ് നമ്മൾ ഈ തേനീച്ചയുടെ മെഴുക് കൊണ്ടാണ് വയ്ക്കേണ്ടത്. അത് ചില വിധാനങ്ങളിൽ പറയും, ചില സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു. എങ്കിലും നമുക്ക് ഇത് തന്നെ ഈ പറയുന്ന വിധത്തിൽ ചെയ്താലും മതി. കാര്യം നമ്മൾ പാരമ്പര്യത്തിൽ കവടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തില്ല. കവടിയിൽ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഇത് മതി.
അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കാത്തതിന്റെ കാര്യം ഏതെങ്കിലും കാരണവശാൽ ആ യന്ത്രത്തിനകത്ത് നമ്മൾ ഇങ്ങനെ വച്ചു അതിൽ ആ എഴുതി വച്ച യന്ത്രത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ നമ്മളെ ഫലം തെറ്റും. ഫലം പറയുമ്പോൾ കാര്യം നമ്മൾ ഏലസ് തന്നെ ധരിക്കുമ്പോൾ ഏലസ് മുറിയുകയോ പൊട്ടുകയോ അല്ലെങ്കിൽ തുരുമ്പെടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ശക്തി പോയല്ലോ. സാറിന് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ചോദിച്ചയാള് അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് പറഞ്ഞതിന്റെ കാര്യം. ഇടയ്ക്ക് റേഞ്ച് പോയി അതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഏകദേശം മനസ്സിലായി സാർ പറഞ്ഞത്. അതെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഗുരുനാഥ, ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഇത് ദ്രാവിഡ മന്ത്രങ്ങളാണല്ലോ ഇതിൽ വരുന്നത്. ഇത് ദ്രാവിഡ മാന്ത്രികവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ ദ്രാവിഡ ഈ ശംഖ് ജ്യോതിഷം. അതെ. അപ്പൊ അതിനു മുന്നേ ഗ്രഹങ്ങളെ ഇതിനേക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മന്ത്രങ്ങള് ഇതിന് ആപ്റ്റ് ആണോ അല്ലെങ്കിൽ പിന്നീട് കൂട്ടിച്ചേർത്താണോ എന്നൊരു സംശയം. അത് അതാണ് ഞാൻ പറഞ്ഞ ഈ അടുത്ത അല്ലെങ്കിൽ ഏകദേശം ഒരു 10 വർഷത്തിനകത്തെ ഈ അവരുടെ കയ്യിൽ നിന്നും, അതായത് നമ്മളെ പോലെയുള്ള ഏതോ ഒരാള് അവരോടൊപ്പം കൂടി അങ്ങനെ അവരിൽ നിന്നും ഇത് പുറത്തു കൊണ്ടുവന്നതാണ് ഈ സമ്പ്രദായം. അതെ. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നവര് ചിലപ്പോ അവർക്ക് അത് ഇപ്പൊ രാശി മന്ത്രങ്ങൾ പറഞ്ഞപ്പോ ഇവിടെ നമ്മൾ വൈദിക മന്ത്രങ്ങളാണ് പറഞ്ഞത്. 12 രാശി, അതായത് വിഷ്ണുവിന്റെ 12 നാമങ്ങളെയാണ് പറഞ്ഞത്. അപ്പോ അത് ചിലപ്പോ അവർക്കത് കിട്ടാതെ വരികയോ കോപ്പി ചെയ്തവർക്ക് കിട്ടാതെ വരികയോ അങ്ങനെ ആയാൽ എന്താ അതിന് ദോഷം വരണ്ടോ, അതിന് ദോഷം വരരുതല്ലോ. അതുകൊണ്ട് വിഷ്ണുവിന്റെ നാമങ്ങൾ അത് പ്രാചീന നാമങ്ങളായിരിക്കും ചിലപ്പോ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന്റെ ഒരു പ്രോസസ്സിങ് ഞാൻ കണ്ടിരുന്നു, പക്ഷെ എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ ഞാൻ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ അവരടുത്തുനിന്ന് ഞാനിങ്ങനെ ചോദിക്കുകയും കാണുകയും ചെയ്തിരുന്നു അവര് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേക്കുന്നത്. അവര് ദ്രാവിഡ മന്ത്രങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് എല്ലാത്തിലും. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഓരോ ദേശത്തും അല്ലെങ്കിൽ ഓരോ ഭാഗത്തും അവരുടെ തനതായ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതെ. അപ്പൊ നമുക്ക് ഇതെന്ന് പറയുമ്പോ നമ്മുടെ ഒരു കോമൺ, നമ്മൾ ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു 3-4 വിധാനങ്ങളിൽ നിന്നാണ് നമ്മളൊരു സംവിധാനം ഉണ്ടാക്കുന്നത്. അത് ഇപ്പൊ നിങ്ങൾ മിക്സഡ് ആണല്ലോ, താന്ത്രികവും ദ്രാവിഡവും എല്ലാം കൂടി മിക്സഡ് ആണല്ലോ, എല്ലാം കൂടെ ചേർന്ന് നമുക്ക്. അപ്പൊ ഇതുവരെ പഠിച്ചവരാരും മോശക്കാരല്ല, അവരെല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ വീണ്ടും ഈ ക്ലാസ്സുകൾ തന്നെ വയ്ക്കുന്നതിന്റെ കാര്യം. അതാണ് നിങ്ങളിപ്പോ 6ാമത്തെ 7ാമത്തെ ബാച്ചാണെന്ന് തോന്നുന്നു. അപ്പൊ ഈ ഇതുവരെ പഠിച്ചവരെല്ലാം ഭംഗിയായിട്ട് അവര് ഈ ജ്യോതിഷത്തിനോടൊപ്പം ഇതിനെയും കൂടി ക്ലബ്ബ് ചെയ്ത് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പറയുന്നു. അവരെല്ലാരും നമ്മളെ വിളിച്ച് ഈ ഫീഡ്ബാക്ക് അറിയിക്കാറുണ്ട്. സാറിന്റെ സ്ഥലം എവിടെയാണ്? ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോടാണ്. ശരി. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ നമ്മളുടെ ഒരു പഴയ സ്റ്റുഡന്റിന്റെ പേര് കാണുന്നുണ്ടല്ലോ, ഈ സെൻട്രലാ. വേറെ ഞാനും പഴയ തന്നെയാണ്. വേറെന്താ? ഞാന് അവിടെ വരാറുണ്ട്. രാജേഷ് നമ്പൂതിരി, കരിക്കകത്തെ. അത് ശരി. ഇവിടെ പ്രോഗ്രാം ഒന്നും ഇല്ലേ സാറേ? ഇപ്പോഴെവിടെയാണ് സാറേ? കരിക്കകത്ത് മാറിയ ശേഷം ഇപ്പൊ എവിടെയാണ്? ഇപ്പൊ തിരിച്ചു കയറിയിട്ടില്ല. അവിടെ തന്നെ നമ്മള് ലീവിലാണ്. ലീവ് മുഴുവനായിട്ടില്ല. നമ്മള് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഈ പാരമ്പര്യം കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അപ്പൊ ഈ സെൻട്രൽ ലൈൻ നമ്മളെ പഴയ ഒരു സ്റ്റുഡന്റ് ആണ്.
അതെ അതെ സാറേ, അതെ. ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട്? ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. കുഴപ്പമില്ല. ശരി. അപ്പൊ അതിന്റെ കൂടെ ഇത് കൂടെ ക്ലബ് ചെയ്യാൻ പറ്റും. അപ്പൊ വളരെ കൃത്യമായിട്ട് നമുക്ക് ഫലങ്ങൾ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. ശരി സാറേ. അപ്പൊ ഇന്ന് നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.